കോട്ടയം കോരുത്തോട്ടിൽ മലയോര സംരക്ഷണ സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്ന് ആന്റോ ആന്റണിയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഇറങ്ങിപ്പോയി. വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ചോദ്യങ്ങൾക്കിടെ അവതാരകൻ മോശം പരാമർശം നടത്തിയെന്നാരോപിച്ചാണ് ഇവരുടെ ഇറങ്ങിപ്പോക്ക്. PC ജോർജ്, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, വാഴൂർ സോമൻ എന്നിവരും വേദി വിട്ടു. എനിക്ക് ബാക്കിയുള്ളവരോടുള്ള അതേ സമീപനമാണ് താങ്കളോടും. അതേ സമീപനമാണ് താങ്കളോട്. 43-ാമത്തെ പേജിൽ ചർച്ചയാണെന്നറിയില്ല, ചർച്ചയാണെന്ന് അതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ കൊണ്ടുവന്നേനെ. ഈ പ്രശ്നത്തെല്ലാം നീക്കുകയും ഇതിനുവേണ്ടി സമരം ചെയ്യുകയും ഇതിനുവേണ്ടി നിരന്തരമായി പാർലമെന്റ് ശബ്ദിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണ്. താനിവിടെ ഞങ്ങളെ കുറ്റവാളിയാ താനാരാ? ഇനി 3 മിനിറ്റ് കൂടി. Just be there. I will come to you. You just wait for your turn. You please wait for your turn. സ്വന്തമായിട്ട് അഭിപ്രായം പറയുന്നത് അത് പറയൂ. ഞാൻ ഭയക്കുന്നില്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞ അടുത്ത ചോദ്യത്തിലേക്ക് മനസ്സിലായോ? I am the moderator here. You may please be seated. What moderator? You may please be seated. You are saying. No, you are not. You are uttering absolute nonsense. You please be seated. Body man. You please be seated. വാഴൂർ അദ്ദേഹം പോകാൻ തുടങ്ങുന്നു. അദ്ദേഹത്തിനോട് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുന്നേ. അദ്ദേഹത്തിന് ടെൻഷനൊക്കെ ഉണ്ടാവും. ചോദ്യം ചോദിക്കൂ. എന്റെ ചോദ്യം LDF-നോടാണ്. ശരി. ജനവാസ മേഖലയിൽ ഇറങ്ങി വലിപ്പം ഉണ്ടാക്കില്ല. ജനാധിപത്യം ജനങ്ങൾ നൽകിയിട്ടുള്ള വലിപ്പം മാത്രമേ നമ്മുടെ മുൻപിലിരിക്കുന്നവർക്കുള്ളൂ. ആ വലിപ്പത്തെ അംഗീകരിക്കാമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് നിങ്ങളിൽ നിന്നും കേൾക്കാനാണ് വെയിറ്റ് ചെയ്യുന്നത്. വാഴൂർ സോമനത്തെ താങ്കളോടൊന്ന് വെയിറ്റ് ചെയ്യൂ. ഇവിടെ ഒരു വിട്ടുവീഴ്ചയില്ല. ഇവിടെ ഈ ചർച്ചയിൽ ഒരു സെക്കൻഡ് സമയത്തിലേക്ക് വരാതെ ഈ മോഡറേറ്റർമാരെ കണ്ടിട്ടുണ്ടാവും. ആയിരിക്കും. വിവരങ്ങളുമായി ചേരുന്നുണ്ട് അബിലാൽ. 3 മുന്നണികളുടെയും നേതാക്കൾ വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കർഷക സംഗമമാണ്. കർഷകർ വലിയ രീതിയിലുള്ള ഈ വന്യജീവി ശല്യമൊക്കെ നേരിടുന്ന ഒരു പ്രദേശമാണ് പത്തനംതിട്ടയുടെ മലയോര മേഖല. ആ ചോദ്യങ്ങൾക്കാണോ മറുപടി ഇല്ലാതെ നേതാക്കൾ കുഴഞ്ഞത്? തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് മലയോര സംരക്ഷണ സമിതി ഇത്തരത്തിലൊരു സംവാദ പരിപാടി സംഘടിപ്പിച്ചത്. കോട്ടയം ജില്ലയിലെ കോരുത്തോട് സെൻറ് ജോർജ് സ്കൂളിൻ്റെ മൈതാനത്ത് ഇന്നലെ വൈകുന്നേരമാണ് പരിപാടി സംഘടിപ്പിച്ചത്. എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളും ഇതിൻ്റെ കാഴ്ചക്കാരായി എത്തിയിരുന്നു. അതേസമയം തന്നെ PC ജോർജ്, ആന്റോ ആന്റണി, ഒപ്പം തന്നെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, വാഴൂർ സോമൻ തുടങ്ങിയ ആളുകളാണ് വിവിധ കക്ഷികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്തു ചെയ്തു, അതിൽ നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള പങ്ക് എന്താണ് എന്നതായിരുന്നു ഈ ചോദ്യത്തിൻ്റെ ആകത്തുക എന്നുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യം ഘട്ടത്തിൽ തന്നെ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് ഓരോരുത്തരായി മറുപടി പറഞ്ഞ ഘട്ടത്തിൽ മറുപടി പൂർത്തിയാക്കുന്നതിന് മുൻപ് അവതാരകൻ നിരന്തരമായി ഇടപെടുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇതോടുകൂടി പങ്കെടുത്ത് മറുപടി പറഞ്ഞവരൊക്കെ തന്നെ അസ്വസ്ഥരായി. സാക്ഷാൽ PC ജോർജിന് പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം ആദ്യം വേദി വിടുന്ന സ്ഥിതി ഉണ്ടായി. പിന്നീട് സെബാസ്റ്റ്യൻ കുളത്തുങ്കലും സോമനും അടക്കമുള്ള ആളുകൾ വേദി വിട്ടുപോയി. സമാന നിലയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലേക്ക് നയിച്ചതും. ഏറ്റവും ഒടുവിൽ സംസാരിക്കാൻ എത്തിയ ആളായിരുന്നു സ്ഥാനാർത്ഥി കൂടിയായ ആന്റോ ആന്റണി. സമാന നിലയിലുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തിന് മുൻപാകെ ഉയർന്നു വന്നപ്പോൾ പാർലമെന്റിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇദ്ദേഹം ഇവിടെ ആവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ നിരന്തരം ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ഇതേ തുടർന്ന് അദ്ദേഹവും വേദി വിട്ടു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ വലിയ കോലാഹലത്തോടു കൂടിയാണ് പരിപാടി അവസാനിച്ചത്. അവതാരകന്റെ ഒരു നിരന്തരമായ ഇടപെടൽ അല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള ഇടപെടലാണ് പരിപാടിയിൽ ആകമാനം ഉണ്ടായത് എന്നുള്ള ആരോപണം ആന്റോ ആന്റണി ഉന്നയിക്കുന്നുണ്ട്. ഈ കർഷകരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സജീവമായി ഇടപെടുകയും അതോടൊപ്പം തന്നെ അവരുടെ ഇതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്തു വരുന്ന പത്തനംതിട്ട സ്വദേശിയായ അഡ്വക്കേറ്റ് ജോണി K. ജോർജ് ആയിരുന്നു ഈ പരിപാടിയുടെ മോഡറേറ്ററായി രംഗത്ത് വന്നത്.